അങ്ങനെ ഇവിടെ ആരംഭിക്കുന്നു എൻ്റെ വാലൻറ്റൈൻസ് ഡേ. ഈ വട്ടം വാലൻറ്റൈൻസ് ഡേക്ക് ജിൻസ് എനിക്കൊരു ആമസോൺ വൗച്ചറാണ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. സോ ഐ തോട്ട് ഓഫ് ബൈയിങ് ദിസ് പെർട്ടിക്കുലർ പെർഫ്യൂം ഫ്രം സബ്രീന കാർപ്പൻ്റർ സ്വീറ്റ് ടൂത്ത് എഡിഷൻ. സ്വീറ്റ് ടൂത്തിൻ്റെ ഒരു പെർഫ്യൂം തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു എക്സ്പ്രസ്സോൻ്റെ ഫ്ലേവർ ആൻഡ് സ്മെല്ലാണ്. ഇത് ഞാൻ സ്റ്റോറിൽ പോയി ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സോ ഗുഡ് യൂസ് ഓഫ് ആമസോൺ വൗച്ചർ. ഞാനും ജിൻസും റിലേഷൻഷിപ്പിലായിട്ട് ഒരു 3ാമത്തെ വാലൻറ്റൈൻസ് ഡേ ആണിത്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ റിയലി വാണ്ട് ടു സ്പെൻഡ് വാലൻറ്റൈൻസ് ഡേ ടുഗെദർ, പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. ആൻഡ് ഗെറ്റിംഗ് ബാക്ക് ടു സ്വീറ്റ് ടൂത്ത്, ഇത് 75 ml ബോട്ടിലാണ്. യൂഷ്വലി ഞാനൊരു 35 ml ബോട്ടിലാണ് എൻ്റെ കയ്യിലുള്ളത്. 2 ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ. പക്ഷേ ഞാൻ സ്റ്റോറിൽ ട്രൈ ചെയ്തപ്പോൾ ഇത് ഭയങ്കര പ്ലസൻറ്റ് സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് സ്മെല്ല് എനിക്ക് ഭയങ്കര ഹാർഷായിട്ട് തോന്നി. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇത് സെറ്റിലായിട്ടുള്ള നമുക്ക് ആ വേഫറിൻ്റെ സ്മെല്ല് കിട്ടുക. അതിനുശേഷം ഇതായിരുന്നു എൻ്റെ വാലൻറ്റൈൻസ് ഡേ ഔട്ട്ഫിറ്റ്. ഞാൻ ഈ റെഡ് സ്കാർഫ് ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് അതിട്ട് പുറത്ത് പോകാനൊരു മടി, കാരണം ലവേഴ്സിൻ്റെ എയർ ഇൻ ലണ്ടൻ. ഞാൻ ലണ്ടനിൽ റെഡ് സ്കാർഫ് ഇട്ട് എൻ്റെ കൂടെ ആരില്ലാണ്ട് ഒറ്റയ്ക്ക് പോകുമ്പം ഐ ഫെൽ ലൈക്ക് ഒരു എംബാരസ്മെൻറ്റ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ന്യൂട്രൽ കളറിൽ സെറ്റിൽഡായി. ലവേഴ്സ് ഇൻ ലണ്ടൻ ശരിക്കും പറഞ്ഞു ഞാൻ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കുറേ പേരുടെ കയ്യിൽ ഇതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളും ഗിഫ്റ്റും അങ്ങനെ കുറേ പേരുടെ കയ്യിൽ ഞാൻ കണ്ടു, പ്രായഭേദമന്യേ. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ, men are taking this much kind of efforts, I felt so happy seeing all this kind of things. Anyways, I couldn't able to experience that. Maybe next year. സോ അതിനുശേഷം ഞാൻ ക്യാംപ്ടണിൽ പോകാമെന്ന് വിചാരിച്ചു. എന്തിനാ ക്യാംപ്ടണിൽ പോകണേ എന്ന് ഞാൻ തന്നെ ആലോചിക്കുമായിരുന്നു. പക്ഷേ ലെറ്റ്സ് ഗോ ടു ക്യാംപ്ടൺ. കുറേ നാളെ ഞാൻ പോയിട്ട്. അങ്ങനെ ക്യാംപ്ടണിലേക്കുള്ള യാത്ര വാസ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് ഫോർ മീ. എനിക്ക് 4 to 2 ഓയിസ്റ്റർ കാർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ സാറ്റർഡേ ആൻഡ് സൺഡേ ഇപ്പോൾ ഞാൻ സെൻട്രൽ ലണ്ടനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് another മണി ടു സ്പെൻഡ് ഓൺ. അതുകൊണ്ട് തന്നെ ഓയിസ്റ്റർ കാർഡ് കവർ ചെയ്യണ സോൺസ് വഴി ഞാൻ സെൻട്രൽ ലണ്ടനിലേക്ക് പോകും. അതായത് ഞാൻ ബസ് യൂസ് ചെയ്യും. മിക്കവാറും വൈറ്റ് ചാപ്പൽ വരെ മാത്രമായിരിക്കും ഞാൻ ട്രെയിനിൽ പോകുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാംപ്ടണിലെത്തി. ഇപ്പോൾ അവിടെ കുറേ ഗ്ലാസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് വീഡിയോസൊന്നും എടുത്തില്ല. വീട്ടിലേക്ക് തിരിച്ചു പോയി. ബസ് ഗുഡ് ഡേ.